ഏറ്റവും മഹത്തായ ഈ ആത്മീയ മജ്ലിസിൽ മഞ്ചേശ്വരത്തിനടുത്ത് ഉദ്യാവരം എന്ന് പറയുന്ന ഈ മനോഹരമായ ജമാഅത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ജീവിക്കുകയും മൺമറഞ്ഞു പോവുകയും ആത്മീയ ലോകത്ത് നമുക്കൊക്കെ വെളിച്ചം വീശിയിട്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന അസ്സയ്യിദ് ഷഹീദ് വലിയുല്ലാഹി റളിയല്ലാഹു തആലാൻ അവരുടെ ഉറൂസിലാണ് നമ്മൾ പങ്കുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. ഇവിടെ ഈ മഹത്തായ വേദിയിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദ് അടക്കമുള്ള, ഇവിടെ ഈ പള്ളിയിൽ 3 പതിറ്റാണ്ടിലേറെയായി ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ മദനി ഉസ്താദ് അടക്കമുള്ള ഈ സദസ്സിൽ ഉപവിഷ്ടരായ ധാരാളം സാദാത്യങ്ങൾ ഉണ്ട് എന്നറിയാൻ സാധിച്ചു. അള്ളാഹു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസ് കബൂലാകട്ടെ. ഒട്ടേറെ സാദാത്യങ്ങളുടെ ധന്യ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മണ്ണാണ് എന്ന് നേരത്തെ അറിയാൻ സാധിച്ചു. അള്ളാഹു ആ സാദാത്യങ്ങളുടെ പവർ കൊണ്ട്, മഹത്വം കൊണ്ട് ഈ മജ്ലിസിനെ അള്ളാഹു കബൂലാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ, ഇവിടെ കിടക്കുന്ന മഹാന്മാർ നമ്മുടെ ബഹുമാന്യനായ മുദരിസ് ഉസ്താദിന്റെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അവരെ പറ്റി പറയുകയുണ്ടായി. വളരെ നേരത്തെ കാലം മുതൽ തന്നെ ഇവിടെ ഉറൂസ് നടന്നു വരുന്ന വിവരവും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ പ്രിയപ്പെട്ടവരെ. മഹാനായ കുത്തുബി ഉസ്താദ് സഹാബാക്കളിൽപ്പെട്ട ആളുകളാണ് ഇവിടെ കിടക്കുന്നത് എന്ന് പോലും പറഞ്ഞതായിട്ട് മഹാനായ മുദരിസ് ഉസ്താദ് എന്നോട് നേരിട്ട് പറയുകയുണ്ടായി. അള്ളാഹു ആ മഹാന്മാരുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിനെ അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് വലിയ ഭാഗ്യം ലഭിച്ചൊരു നാടാണ്. പ്രത്യേകിച്ച് കേരളക്കരയിൽ നമ്മൾ ചരിത്ര രേഖകളില്ലെങ്കിലും തന്നെ നമ്മളൊക്കെ മനസ്സാൽ അത്തരം മഹാന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. എന്തുകൊണ്ടെന്നാൽ അള്ളാന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം സ്വീകരിച്ച മണ്ണാണ് നമ്മുടെ നാട്. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കാലത്ത് തന്നെ ഇവിടേക്ക്, നമ്മുടെ കേരളക്കരയിലേക്ക് സഹാബത്ത് കടന്നു വന്നതിനുള്ള രേഖകൾ ചരിത്രത്തിന്റെ രചിതരേഖകളിൽ നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തൊട്ടടുത്ത ജില്ലയായിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ മാടായിൽ പള്ളിയിൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിജ്റ 5 എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹിജ്റ 5 ആ പള്ളി ഉണ്ടാക്കിയതെങ്കിൽ അന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് ഉറക്കെ ചൊല്ലണേ. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്നത് ഈ മഹാന്മാരാണ്. അള്ളാഹുവിന്റെ പൊരുത്തം സ്വീകരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് മൺമറഞ്ഞു പോയെങ്കിലും നമുക്കൊക്കെ ഇന്നും ദിശാബോധവും തണലും നൽകുന്ന ഈ മഹാന്മാരുടെ ചാരത്ത് നിന്ന് ഉറക്ക സ്വലാത്ത് അങ്ങകലേ മദീന മുനവ്വറയുടെ കസ്തൂരി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പോരാ, ഈ മഹാന്മാരുടെ ചാരത്ത് ഈ സ്വലാത്ത് ഇത് പോരാ, ഉറക്ക സ്വലാത്തല്ലേ. അള്ളാഹു കബൂലാക്കട്ടെ. ബദറിന്റെ നായകനേ മുഹമ്മദ് മുസ്തഫ, ഉഹുദിലെ പോരാളിയേ നബി മുഹമ്മദ് മുസ്തഫ. ഈ മനോഹരമായ ഉൾഗ്രാമത്തിൽ ഈ മഹാന്മാരുടെ ചാരത്ത് നിന്ന് അങ്ങകലെ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബിലേക്ക് സ്വലാത്ത് സലാം സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ മുതഅല്ലിമിന്റെ സംസാരം ആരംഭിക്കുമ്പോ നമുക്കൊക്കെ ഒരുമിച്ച് റസൂലുള്ളാഹിയുടെ മദീന മുനവ്വറയിലേക്ക് ഒരു സ്വലാത്ത് സലാം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ്
ഇന്നത്തെ സംസാരം ആരംഭിക്കാം. ഒരു സലാത്തിന്റെ കൂടെ എല്ലാവരും ഒരു സലാത്തും സലാമും മദീനയിലേക്ക് മനസ്സറിഞ്ഞിട്ട് അയക്കണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് ഉറക്കെ അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. റൂഹ് പോകും നാളിലെന്റെ കൂടെ വേണം ഹബീബരേ. നൂറ് നൽകി കൂടെ വന്ന് കാത്തിടേണം റസൂലരേ. അസ്സലാത്തു അസ്സലാത്തു സദസ്സുണരട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ആ ഹബീബിന്റെ കാലത്ത് തന്നെ വിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ച നാടാണ് നമ്മുടെ കേരളക്കര. എത്രയെത്ര സ്വഹാബാക്കളാ നമ്മുടെ നാട്ടിലുള്ളത് പ്രിയപ്പെട്ടവരെ. കോഴിക്കോട് ജില്ലയിൽ മുഗ്ദാർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തൊരു മഹാൻ കിടക്കുന്നുണ്ട്. മഹാനായ മുഗീറത്തു ശുഅബ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ്. മുഗ്ദാർ എന്ന് പറയുന്ന പ്രദേശത്ത് അവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഏതൊരു പ്രവാചക പ്രേമിയുടെയും മനസ്സ് വിങ്ങിപ്പൊട്ടുന്ന ഒരു സന്ദർഭത്തിൽ അത് മുതലാക്കിയ ആളാണ് മഹാനായ മുഗീറത്തു ശുഅബ റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹിയുടെ വഫാത്ത് നടക്കുകയാണ്. വഫാത്ത് സംഭവിച്ചിട്ട് സ്വഹാബാക്കൾ ഇങ്ങനെ കണ്ണ് നിറഞ്ഞിട്ട് വിതുമ്പി വിതുമ്പി കരയുന്ന, അമ്പരം നൊമ്പരം കൊള്ളുന്ന സ്വഹാബാക്കൾ പൊട്ടിക്കരയുന്ന, ഉമറുൽ ഫാറൂഖ് കലമുറയിട്ട് കരയുന്ന ആ ഒരു സന്ദർഭമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹിയുടെ ജനാസ നടക്കുകയാണ്. അതിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. ഞാൻ അറിവിന്റെ പട്ടണമാണെങ്കിൽ അതിലേക്ക് കടക്കാനുള്ള കവാടമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പറഞ്ഞ അലിയാര് തങ്ങളാ നേതൃത്വം കൊടുക്കുന്നത്. റസൂലുള്ളാഹിയുടെ പുണ്യഭൂമേനി റിസാലത്തിന്റെ പൊൻകരങ്ങൾ കൊണ്ട് ഹബീബായ നബി തങ്ങളുടെ മനോഹരമായ അതേ യമനി പട്ടിനേക്കാൾ മാർദ്ദവമുള്ള പൊൻശരീരമുണ്ടല്ലോ, ആ ശരീരം സഹാബത്ത് മണ്ണിനോട് ചേർത്ത് വെക്കുന്ന നേരത്ത് പ്രിയപ്പെട്ടവരെ ആകാശം പോലും വിതുമ്പുന്ന സമയമാണ്, ഭൂമി തേങ്ങുന്ന സമയമാണ്. സഹാബാക്കള് കൺട്രോൾ വിട്ടുകൊണ്ട് പൊട്ടിക്കരയുന്ന ആ സമയത്ത് മുഗീറത്തു ശുഅബ റളിയല്ലാഹു തആല അവിടുന്ന് പറയുന്നു വഖലഹാത്തിനൈ, എന്റെ മോതിരം ഞാൻ ഊരി, എന്റെ മോതിരം ഞാൻ ഊരി. എന്നിട്ടോ ചരിത്രത്തോട് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്, ഞാനത് റസൂലുള്ളാഹിയുടെ ജനാസയിലേക്ക് ഇടുകയാണ്, റസൂലുള്ളാഹിയുടെ ഹുജ്റത്തു ശരീഫയിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അലിയാരോട് പറഞ്ഞു, അലിയേ റളിയല്ലാഹു തആല അൻഹു, അലിയാര് തങ്ങളെ മാപ്പാക്കണേ, എന്റെ മോതിരം അതിലേക്ക് വീണിട്ടുണ്ട്, എനിക്കത് എടുക്കണമെന്ന് പറഞ്ഞിട്ട് സഹാബാക്കള് നോക്കി നിൽക്കുമ്പോ മുഗീറത്തു ശുഅബ റളിയല്ലാഹു തആല അൻഹുവിന് അലിയാര് തങ്ങൾ അനുവാദം കൊടുക്കുകയാണ്. അലിയാര് തങ്ങൾ അനുവാദം കൊടുത്തപ്പോ റസൂലുള്ളാഹിയുടെ ശരീരം വെച്ചടുത്തേക്ക് ഇറങ്ങുകയാണ് മഹാനായ മുഗീറത്തു ശുഅബ റളിയല്ലാഹു അൻഹു.
ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ റസൂലുള്ളാഹിനോട് സ്നേഹമുള്ള ആളുകളല്ലേ നമ്മൾ? റസൂലുള്ളാഹിനെ അവസാനമായിട്ട് എന്നിട്ട് സ്പർശിക്കാൻ പോകുന്ന സ്വഹാബിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അവസാനമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം വെക്കുന്നതിന് മറമാടുന്നതിന് മുമ്പായിട്ട് കരതല സ്പർശം നടത്തി ചുംബിക്കുകയാണ് മഹാനായ മുഗീറത്തു ശുഅബ റളിയല്ലാഹു. എന്തൊരു ഭാഗ്യമാണ്! അവസാനമായിട്ട് ആ പുണ്യ പൂമേനിയിൽ തൊടാൻ ഭാഗ്യം ലഭിച്ച ആളാരാണ്? ഈ സഹാബിയാണ്. സഹാബി കിടക്കുന്നത് മുഗ്ദാർ എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞില്ല നമ്മുടെമുണ്ട് അവിടെ. അതാ ചരിത്രമുറങ്ങുന്ന പന്തലായിനി കടപ്പുറത്ത് പാറപ്പള്ളിയില് പാറക്ക് മുകളിൽ ഒരു മഹാൻ കിടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നെങ്കിലും സമയം കിട്ടുമ്പോ നിങ്ങൾ അവിടേക്കൊക്കെ ഒന്ന് പോയി സിയാറ നടത്തണേ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതാരെന്നറിയുമോ? പണ്ട് കാലത്ത് ബദരീങ്ങളുടെ മജ്ലിസ് നമ്മൾ നടത്തുമ്പോ, ഇന്ന് മജ്ലിസുന്നൂറും മഹ്ലറത്തുൽ ബദരിയൊക്കെ നടത്തുമ്പോ നമ്മൾ പറയാറില്ലേ, തമീമിം വതമീമിം വതമീം. അതിലൊരു തമീം കിടക്കുന്നത് പാറപ്പള്ളിയിലാണ്. പ്രിയപ്പെട്ടവരെ, തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്, നമ്മുടെ നാട് എത്ര മഹത്തുള്ളൊരു നാടാണ്. നിലാമുറ്റത്ത് സ്വഹാബാക്കളുണ്ട്. മഹാനായ കുത്തുബി ഉസ്താദ് ഇവിടെ കിടക്കുന്നവരെ പറ്റിയിട്ടും സ്വഹാബാക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. അള്ളാഹു ആ മഹാന്മാരുടെ മദദ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു 3 സ്വലാത്ത് എല്ലാവരും ഉറക്കെ ചൊല്ലി. സല്ലല്ലാഹു അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ മദീനയിലേക്ക് എത്തിക്കണേ അല്ലാ. ഈ മഹാന്മാരുടെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ റാഹത്തിലാക്കി തരണേ അല്ലാ. അവരുടെ ദർജ നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. നാളെ പരലോകത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് പരിശുദ്ധമായ സ്വർഗീയ ആരാമത്തിൽ അവിടുത്തെ ചാരയൊന്ന് ചേരാൻ ഈ മജ്ലിസിൽ വന്നവർക്ക്, ഈ മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ട് ഈ 10 ദിവസം നടക്കുന്ന ഇൽമിന്റെ മജ്ലിസുകളിലേക്ക് കടന്നു വരുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ നീ തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ വിശുദ്ധമായ ഒരു മാസത്തിലാണ് ഈ മഹാന്മാരുടെ ഉറൂസ് കൊണ്ടാടുന്നത്. ഇത് റജബാണ്. ഉസ്താദുമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ലിസാനുൽ അറബിൽ കാണാം, റജബ് എന്ന ആ പദം പോലും വന്നിട്ടുള്ളത് തർജീബ് എന്ന പദത്തിൽ നിന്ന് നിഷ്പന്നമായതാണ്, പിടിക്കപ്പെട്ടതാണ്. തർജീബ് എന്ന് പറഞ്ഞാൽ ആദരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഈ മാസത്തിന്റെ പേര് തന്നെ എന്താണ് ഈ മാസം കൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത് എന്ന് വിളിച്ചോതുന്നൊരു പേരാണ്. തർജീബ് എന്ന് പറഞ്ഞാൽ ആദരിക്കുക, ബഹുമാനിക്കുക എന്നൊക്കെ കാണാൻ കഴിയും. മാത്രമല്ല, ഒരുങ്ങി തയ്യാറാവുക എന്നൊരർത്ഥം കൂടി റജബിനുണ്ട്. പ്രിയപ്പെട്ടവരെ, റജബ് ഒരുങ്ങാനുള്ള മാസമാണ്. നമ്മൾ പണ്ട് കാലത്ത് ഉസ്താദുമാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, റജബ് നിങ്ങൾ വിത്ത് വിതക്കാനുള്ള സമയമാണ്, വെള്ളവും വളവും നൽകാൻ ശഅബാൻ, വിളവെടുക്കാൻ റമളാൻ. ഒരാള് വിത്ത് വിതച്ചിട്ടില്ല, വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല, പിന്നെ വിളവെടുക്കാൻ ചെന്ന് നോക്കിയാൽ വിളവുണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ ഒരുങ്ങുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആ ദുആ പോലും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. 2 മാസം മുമ്പ് അതേ അള്ളാന്റെ ഹബീബിന്റെ മസ്ജിദുൻ നബവി ഇന്നത്തെ പോലെയുള്ള പള്ളിയല്ല, ഈന്തപ്പന മെട്ടല് കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ മസ്ജിദുൻ നബവി ചെറിയൊരു ചെറ്റക്കൂര പോലെയുള്ള പള്ളിയാണ്.
റജബായാൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് സഹാബാക്കൾ കടന്നു വന്നിട്ട് റസൂലുള്ളാഹിയുടെ പിന്നിൽ നിൽക്കാൻ, മാമൂമായിട്ട് ഈ ലോകം തന്നെ പടക്കാൻ കാരണഭൂതരായ അഷ്റഫുൽ ഖൽക്കിന്റെ പിന്നിലൊന്ന് നിൽക്കാൻ, മക്കയിൽ നിന്ന്, മദീനയിൽ നിന്ന്, ഖൈബറിൽ നിന്ന്, ഹന്തക്കിൽ നിന്ന്, ത്വായിഫിൽ നിന്ന്, തബൂക്കിൽ നിന്ന്, അങ്ങനെ അറേബ്യയുടെ ജസീറത്തുൽ അറബിന്റെ നാനാഭാഗത്ത് നിന്ന് ഒരുപാട് സഹാബാക്കൾ കടന്നു വരികയാണ്. അവസാനം സഹാബത്ത് പരാതി പറഞ്ഞു പോയി, നബിയേ, മസ്ജിദുൻ നബവിയിൽ നിന്ന് സഫ് നീണ്ടുപോയി യാ റസൂലല്ലാഹ്. മദീനയുടെ മണലാരണ്യങ്ങളിലേക്ക്, മദീനയുടെ മൈതാനിയിലേക്ക് സഫ് നീണ്ടുപോയി നബിയേ. റജബായാൽ തന്നെ സ്വഹാബാക്കള് റസൂലുള്ളാഹിയുടെ പിന്നിൽ നിന്നിട്ട് മദീനയുടെ മൈതാനി വരെ സഫ് നീളുമായിരുന്നു. വഅലമു ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ്. നമ്മളൊക്കെ പള്ളിയിലെ അവസ്ഥ എന്താ പ്രിയപ്പെട്ടവരെ? ഇവിടെ എങ്ങനെയാന്ന് എനിക്കറിയില്ല. നമ്മളോടൊക്കെ റമളാൻ ഒന്നായ കുറെ ആളുകൾ ഉണ്ടാവും. ഉസ്താദുമാരൊക്കെ ആകാശത്തേക്ക് നോക്കിയിട്ടല്ല എന്ത് തീരുമാനിക്കുക, റമളാനായി നോക്കുക. പല ഉസ്താദുമാരും പള്ളിക്ക് നോക്കിയിട്ടാ. കാരണം ശൈത്താനെ ചങ്ങലക്കെട്ടുണ്ടെങ്കിൽ കുറെ ആൾക്കാർ റമളാൻ ഒന്നാമത്തെ തറാവീന് ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ടാവും. അപ്പൊ മാസം കണ്ടാൽ നോക്കേണ്ടിയില്ല, പള്ളിക്ക് നോക്കിയാൽ മതി പ്രിയപ്പെട്ടവരെ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, നമ്മളൊക്കെ റജബായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ ഞാനും നിങ്ങളും എന്ന്? എന്താണ് റജബ് കൊണ്ട്, എങ്ങനെയാണ് റജബ് കൊണ്ട് ഒരുങ്ങേണ്ടത്? റജബ് അള്ളാഹുവിന്റെ മാസമാണ്. ഈ അള്ളാഹുവിന്റെ മാസത്തിൽ നമ്മൾ എങ്ങനെ ഒരുങ്ങണം? അള്ളാഹുവിലേക്ക് അടുക്കേണ്ട പണിയാണ് വിശുദ്ധമായ റജബിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് റജബ്, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ അള്ളാഹുവിലേക്ക് അടുപ്പം നിലനിർത്തിയിട്ട് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയ എത്രയോ മഹാന്മാരാണ് ഇതിന്റെ പരിസരത്തൊക്കെ കിടക്കുന്നത്. നമുക്കും അങ്ങനെ അള്ളാഹുമായി അടുപ്പം, ബന്ധം സ്ഥാപിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളൊരു ചർച്ച മാത്രം നടത്തിയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അള്ളാഹു കബൂലാക്കട്ടെ. അത് റജബിൽ നമ്മൾ ഒരുങ്ങാൻ, ഈ ആദരവ് പ്രകടിപ്പിക്കാൻ, റമളാന് വേണ്ടി, ഇബാദത്തുകൾക്ക് വേണ്ടി, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഒരുങ്ങാൻ ഒന്നാമതായിട്ട് ഈ റജബിൽ മഹാന്മാർ, മഹത്തുക്കൾ സുന്നത്ത് നോമ്പ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റജബിൽ സുന്നത്ത് നോമ്പ് പിടിക്കൽ നമ്മുടെ പാരമ്പര്യമായിട്ട് റജബിൽ കൊണ്ടു നടക്കുന്ന ഒരു പാരമ്പര്യ സുഹൃതമാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എന്താ അതിന്റെ പ്രത്യേകത? അള്ളാഹുമായിട്ട് പെട്ടെന്ന് അടുക്കാൻ കഴിയും. അതിനാണ് റജബ്, അള്ളാഹുവിലേക്ക് പെട്ടെന്ന് അടുക്കാൻ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ആരെങ്കിലും റജബ് മാസത്തിൽ ഒരു നോമ്പെടുത്താൽ, മറക്കപ്പുറത്തിരുന്ന് ഈ ക്ലാസ് കേൾക്കുന്ന, ഈ വഅള് കേൾക്കുന്ന, ഈ മുത്തഅല്ലിമിന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ വളരെ നേരത്തെ വന്നവരാണ്. ഹൃദയം തുറന്നു വെച്ച് കേൾക്കണേ. നിങ്ങൾ നോമ്പെടുക്കാനൊക്കെ താല്പര്യപ്പെടുന്നവരല്ലേ പ്രിയപ്പെട്ടവരെ? ആരെങ്കിലും റജബ് മാസത്തിൽ ഒരു നോമ്പെടുത്താൽ അവന് നാളെ കളകളാരവം മുഴക്കിയൊഴുകുന്ന സ്വർഗീയ ആറുണ്ട്. ഇസ്മുഹാ റജബ്. റജബ് എന്ന് പറയുന്ന ഒരു അരുവിയുണ്ട്. അരുവിയിൽ നിന്നവനെ കുടിപ്പിക്കപ്പെടുമെന്ന് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു നോമ്പ് എന്തായാലും നമ്മൾ പിടിക്കും അല്ലേ? ഒരെണ്ണം എന്തായാലും പിടിക്കൂലേ? നമ്മളൊക്കെ മിറാജിന് നോമ്പ് പിടിക്കും അല്ലേ? നമ്മളൊക്കെ സുന്നികളല്ലേ? മിറാജിന്റെ നോമ്പ് എന്തായാലും റജബ് 27 പിടിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ നോമ്പ് പിടിച്ചാൽ റജബ് എന്ന് പറയുന്ന അരുവിയിൽ നിന്നവര് കുടിപ്പിക്കപ്പെടും. ആ അരുവിയുടെ ശ്രേഷ്ഠത എന്താണ്? പാലിനേക്കാൾ വെളുപ്പുള്ള, തേനേക്കാൾ മാധുര്യമുള്ള അരുവിയാണ്. ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ്. കഴിഞ്ഞില്ല. അതേ പ്രിയപ്പെട്ടവരെ, മഹാന്മാര് പഠിപ്പിക്കുകയാണ്, 7 നോമ്പൊരാള് റജബിലെടുത്താൽ, ഞാൻ സുദീർഘമാക്കുന്നില്ല, നോമ്പെടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി, പ്രോത്സാഹനത്തിന് വേണ്ടി പറയുകയാണ്. ഒരാള് റജബ് മാസത്തിൽ 7 നോമ്പെടുത്താൽ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാന്റെ മുത്ത് പറയട്ടെ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മാലിക് അലൈഹിസ്സലാമിനെ വിളിക്കുമെന്നാണ്. യാ മാലിക്
മാലിക്, ഏ മാലിക്കേ മാലിക്കേ, റജബ് മാസം 7 നോമ്പെടുത്ത ആളുകൾക്ക് മുന്നില് നരകത്തിന്റെ 7 കവാടങ്ങളും നരകത്തിന്റെ 7 കവാടങ്ങളും നീ കൊട്ടി ബന്ധിച്ചേക്കുക മാലിക്കേ എന്ന് വിളിച്ചു പറയുമെന്ന തത്വം പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടി കൂട്ടി പറയാം, ഒന്നുകൂടി കൂടുതൽ പറയാം. ആരെങ്കിലൊക്കെ നോറ്റാൽ ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു ചെറിയ സവാബ്, ആ സവാബിന്റെ ഒരു ചെറിയൊരു അംശം ഈ മുത്തല്ലിമിനും കിട്ടുമല്ലോ. 8 നോമ്പെടുത്താൽ റിളവാൻ അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്, യാ റിളവാൻ. സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അവന്റെ മുന്നിൽ തുറന്നു വെച്ചേക്കുക റിളവാൻ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. നോമ്പെന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവും നമ്മളും മാത്രം അറിയുന്ന ഒരു ഇബാദത്താണ്. നിസ്കരിച്ചാൽ മറ്റുള്ളവരത് കാണുന്നതാണ്. ഹജ്ജിന് പോയാൽ നമ്മളത് മറ്റുള്ളവർ അറിയുന്നതാണ്. ഉംറയ്ക്ക് പോയാൽ അറിയുന്നതാണ്. സദഖ ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകൾ അറിയുന്നതാണ്. ഇബാദത്തുകളൊക്കെ മറ്റുള്ളവർ കാണുന്നതാണ്. പക്ഷേ നോമ്പ് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല വിശപ്പുള്ള സമയമാണ്. ആരുമില്ല, വീട്ടിലാരുമില്ല, ഫ്രിഡ്ജിൽ നല്ല തണുപ്പുള്ള ജ്യൂസുണ്ട്, ഫുഡുണ്ട്. പക്ഷേ അവനവന്റെ അള്ള കാണുന്നുണ്ട് എന്നുള്ള ഉത്തമമായ ബോധത്തിൽ പിടിച്ചു വെക്കുന്നതിന്റെ പേരാണ് സൗമ്. അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നോമ്പെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പൊ ഒന്നതാണ്, അള്ളാഹുവിലേക്ക് അടുക്കാൻ സുന്നത്ത് നോമ്പ് പരമാവധി പിടിക്കാൻ വേണ്ടി ശ്രമിക്കാം. രണ്ടാമതായിട്ട് ഈ മഹാന്മാരൊക്കെ പാലിച്ച മറ്റൊരു ചിട്ട തഖ്വയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഉസ്താദ്മാരെ കണ്ടാൽ, പ്രത്യേകിച്ച് വാദിനൊക്കെ പോണ ഉസ്താദ്മാർ, അല്ലെങ്കിൽ ഇവിടെ മുദരിസ് ഉസ്താദിനൊക്കെ കണ്ടാൽ നമ്മൾ ദ്വാരക്കാൻ പറയും, ഉസ്താദേ ആഖിബത്ത് വന്നാൻ വേണ്ടി ദ്വാരക്കും, ആഖിബത്ത് വന്നാൻ വേണ്ടി ദ്വാരക്കും. അതിപ്പോ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. ഉസ്താദ്മാരെ കാണുമ്പോൾ ഇങ്ങനെ പറയും. അതിങ്ങനെ പഠിച്ച് പറയാന്നുള്ള രൂപത്തിൽ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ആഖിബത്ത് നന്നാവാൻ മാത്രല്ല നമ്മൾ ദ്വാരക്കേണ്ടത്. അത് വേണം, വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ ഈമാനോടുകൂടി മരിക്കണോ, ഈമാനോടുകൂടി ജീവിക്കണം. അതിനെന്ത് വേണം? തഖ്വ വേണം. തഖ്വ വളരെ പ്രധാനമാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ നാട്ടിൽ പൊന്നാനിയിൽ ഭാഗത്തൊക്കെ പറയും പടച്ചോനെ പേടി എന്ന് പഴയ തള്ളാര് പറയാറില്ല. പടച്ചോനെ പേടി അതന്നെയാണ് തഖ്വ. നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പടച്ചോൻ കാണുന്നുണ്ടല്ലോ എന്നുള്ള മനസ്സിന് വരുന്നൊരു ഭയം, നന്മ ചെയ്യാനുള്ളൊരു ചോദന, അതിനാണ് തഖ്വ എന്ന് പറയാ. അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. ഞാനൊരു സംഭവം പറഞ്ഞുതരാം. ഈ സംഭവം നിങ്ങളെല്ലാവരും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ചെറിയൊരു ചരിത്രം. എന്താണ് തഖ്വ എന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയങ്ങളോട് ഒരൊറ്റ ചരിത്രം കൊണ്ട് നിങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? വീട്ടില് ഇന്ന് പരിപാടിക്ക് പങ്കെടുക്കാത്ത വീട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർ മറ്റൊരാൾക്ക് നന്നാവാൻ വേണ്ടി ഈ ചരിത്രം പറഞ്ഞു കൊടുക്കണം. തഖ്വയെ പറ്റിയുള്ള ഈ സംഭവം പറഞ്ഞു കൊടുക്കണം എന്നുള്ള നിയ്യത്തിൽ ഇത് കേൾക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പറഞ്ഞു കൊടുക്കൂലേ? പറഞ്ഞു കൊടുക്കൂലേ? ഇപ്പൊ പറയാൻ പോണ ഒരു സംഭവം ഒരു ഇൻഷാ അല്ലാഹ് എല്ലാവരും പറഞ്ഞേ, ഇൻഷാ അല്ലാഹ്. അങ്ങനെ ആ ഒരു മൈൻഡിൽ കേൾക്കണേ. ഈ ഒരു ചരിത്രം മാത്രം, ബാക്കിയൊന്നും നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട. നമ്മുടെ വയലിന്റെ ലിങ്ക് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു സംഭവം നിങ്ങൾ വീട്ടിൽ പോയി നിർബന്ധമായി ഇന്ന് വരാത്ത ആൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുമെന്നുള്ള മഹത്തായ നിയ്യത്തോടുകൂടി ഇത് കേൾക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, തഖ്വയെ പറ്റി വളരെ മനോഹരമായൊരു ചരിത്രമാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളൊക്കെ ചരിത്രം ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. സഹാബാക്കളുടെ ചരിത്രം കേട്ട് കരഞ്ഞവരാണ്. പ്രത്യേകിച്ച് റസൂലുള്ളാഹിയുടെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെയും ഉമറുൽ ഫാറൂഖിന്റെയും റളിയല്ലാഹു അൻഹുമാ അവരുടെയൊക്കെ ചരിത്രം കേൾക്കുന്നവരാണ്. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ
പ്രിയപ്പെട്ടവരെ, തർലിയത്ത് ചെല്ലണേ. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, മഹാനുഭാവൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്, വലിയ പണ്ഡിതനാണ്. അവരൊരു താഴ്വാര പ്രദേശത്തുകൂടെ ഒരു യാത്ര നടത്തുകയാണ്. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഒരു കാടും പ്രദേശം, ഒരു താഴ്വാര പ്രദേശം. അവിടെ 100 കണക്കിന് ആടുകളെ ഇങ്ങനെ തെളിച്ചുകൊണ്ടൊരു ആട്ടിടയൻ, ഒരു ഷെപ്പേഡ്, ആ ആട്ടിടനെ ഇങ്ങനെ ആടുകളെ ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോവുകയാണ്. ഇവിടെ എന്താ തെളിക്കാന്ന് തന്നെയല്ലേ പറയാ? ആടിനെ തെളിക്കല്ലേ, ആട്ടിക്കൊണ്ടുപോകല്ലേ. ഇവിടെ ഭാഷക്ക് വളരെ വ്യത്യാസമാണ്. ഇപ്പൊ വണ്ടി വരുമ്പോ തന്നെ ചളി അവിടെ ഉണ്ടാന്നാ ചോദിക്കുക. പൊന്നാനിയിൽ ചളി ഉണ്ടെന്ന് ചോദിക്കും. അവിടെ ചളി എന്ന് പറഞ്ഞാല് ചേറാണ്, ഇവിടെ ചളി എന്ന് പറഞ്ഞാൽ മഞ്ഞല്ലേ. ഭാഷ മനസ്സിലായിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. പണ്ട് എൻ്റെ ഉസ്താദിന്റെ കോളേജ് ഉള്ളത് റഹ്മാനിയ അറബി കോളേജിലാണ്. ഇവിടെ നിന്ന് പ്രസംഗിക്കേണ്ടിയിരുന്ന ബഹുമാന്യനായ ജലീൽ റഹ്മാനി ഉസ്താദിന്റെ, ഞങ്ങളുടെ പൊന്നാനി ഭാഗത്ത് നിന്ന് 2 ആളുകൾ അതിരാപട്ടണം പോയി. തമിഴ്നാട് അതിരാപട്ടണം, തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഉസ്താദ്മാർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പൊ റമളാനൊന്നുമല്ല, റമളാൻ അല്ലാത്തൊരു മാസാ പോയത്. അപ്പൊ ട്രെയിനൊക്കെ ടിക്കറ്റ് എടുത്ത്, ശ്രദ്ധിക്കണേ, ട്രെയിനൊക്കെ ടിക്കറ്റ് എടുത്ത് 2 ആളും തഞ്ചാവൂർ ഇറങ്ങി. നല്ല വിശപ്പുണ്ട്, കാരണം ട്രെയിനിലെ ഫുഡൊന്നും അവർക്ക് പറ്റിയില്ല. അപ്പൊ അതൊന്നും വാങ്ങി കഴിച്ചില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അവര് ഭക്ഷണം കഴിക്കുക, ഇറങ്ങിയ ഉടനെ തന്നെ അവർ കോളേജിലേക്കൊന്നുമല്ല പോണത്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ തിരഞ്ഞെടുക്കുകയാണ്. അവർക്കാണെങ്കിൽ ഈ ഭാഷ തീരെ അറിയില്ല, തമിഴ് ഭാഷ അറിയില്ല. അപ്പൊ നല്ലൊരു ഹോട്ടൽ കണ്ടപ്പോ, കുറച്ച് തെറ്റില്ല എന്ന് കണ്ട ഒരു ഹോട്ടൽ കണ്ടപ്പോ കയറി. അപ്പൊ നല്ല വിശപ്പിന്റെ ഉക്കൊണ്ട് ആ വന്ന ആളോട് ചോദിച്ചു, എന്താ ഉള്ളത് തമ്പി എന്നാ ഇരിക്കാന്ന് ചോദിച്ചു. അവർക്ക് പറ്റണ തമിഴില്. അപ്പൊ അയാൾ ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. താമ്പാർ സാധനം, സൈർ സാധനം, അത് ഇത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ തോന്നി. അപ്പൊ ഇവര് ചോദിച്ചു, തമ്പി സ്പെഷ്യൽ എന്നാ ഇരിക്കാന്ന് ചോദിച്ചു. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാന്നാണ് ചോദിക്കണത്. അപ്പൊ അയാള് പറഞ്ഞു, ആ സാർ മട്ടൻ ബിരിയാണി ഇരിക്കുക, ചിക്കൻ ബിരിയാണി ഇരിക്കുക, പെരുക്കാൻ ബിരിയാണി ഇരിക്കുക എന്ന് പറഞ്ഞു. പെരുക്കാൻ ബിരിയാണി ഇവർ കേട്ടിട്ടില്ല. അപ്പൊ ഇവര് തഞ്ചാവൂരത്തെ സ്പെഷ്യലാവെന്ന് എഴുതിയിട്ട് അത് ഓർഡർ ചെയ്തു. 2 ആൾക്കും പെരുക്കാൻ ബിരിയാണി 2 ഓർഡർ ചെയ്തു. കുറേ നേരം കാത്തുനിന്നിട്ടാണ് പെരുക്കാൻ ബിരിയാണി അവരെ മുന്നിക്കെത്തി. ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഒക്കെ നമ്മൾ കഴിക്കുന്നതാണല്ലോ. കുറെ കഴിഞ്ഞിട്ട് എത്തിയപ്പോ ഇവരാണെങ്കിലോ വിശപ്പിന്റെ ഉക്കിൽ ആദ്യം തന്നെ ഇറച്ചി എടുത്തിട്ടാണ് കടിച്ചു നോക്കിയത്. അപ്പൊ ഇറച്ചി ഒരു ടേസ്റ്റ് കിട്ടണില്ല, ഒരു പുളിച്ചൂര് പോലൊക്കെ തോന്നുക, ബബ്ലിക്കം പോലെ വലിയണുണ്ട്. അപ്പൊ അയാളെ വിളിച്ചു, തമ്പി ഇത് എന്നാ സാധനം എന്ന് ചോദിച്ചു. സാർ ഇത് പെരുക്കാൻ ബിരിയാണി സ്പെഷ്യൽ. അത് വീണ്ടും ചോദിച്ചു, അവർക്ക് അറിയണ തമിഴിൽ ചോദിച്ചു, ഇത് എന്നാ സാധനം അണ്ണാന്ന് ചോദിച്ചു. സാർ ഇത് പെരുക്കാൻ ബിരിയാണി, അത് இந்த ஊர்ல പെരുക്കാന്ന് சொல்லு, അത് കേരളാവില് പെരിച്ചാഴിന്ന് சொல்லுங்க. മനസ്സിലായോ? ഭാഷ മനസ്സിലായിട്ടില്ലെങ്കിൽ അതാണ് പ്രശ്നം. പെരിച്ചാഴി ബിരിയാണി അവര് തിന്നിട്ടുള്ളത്, അള്ളാഹു കാക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതൊന്നുമല്ല, നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു കഥ രൂപത്തിലൊരു സംഭവം ഇങ്ങനെ പറഞ്ഞു വരികയാണ്. ആടിനെ 100 കണക്കിന് ആടുകളെ, ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, 100 കണക്കിന് ആടുകളെ തെളിച്ചുകൊണ്ട് ഒരു ആട്ടിടയൻ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ ചെന്നിട്ട് ആ ആട്ടിടയനോട് സലാം പറയുകയാണ്, സഹോദരാ. എന്നിട്ട് ആ ആട്ടിൻപറ്റത്തിൽ ഒരു നല്ല ആടിനെ ചൂണ്ടിക്കാട്ടി കൊടുക്കുകയാണ്. നല്ല ശരീരമുള്ള, തടിച്ചു കൊഴുത്ത, രോമാവൃതമായ ശരീരമുള്ള ഒരു കൊഴുത്ത ആടിനെ അകിടക്കിങ്ങനെ വീർത്തിട്ടുള്ള നല്ലൊരു ആടിനെ ചൂണ്ടിക്കാട്ടി കൊടുത്തിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ ചോദിച്ചു, ഈ ആടിനെ കിർക്കൂന്ന് വെച്ചു. ശ്രദ്ധിക്കണേ, ഈ ആടിനെ എനിക്ക് വെക്കൂന്ന് ചോദിച്ചു. അപ്പൊ ആട്ടിടെ നല്ലൊരു അടിപൊളി മറുപടിയാ പറഞ്ഞത്, ഇല്ല ഞാനിത് വെക്കൂല, എനിക്കിതിന്റെ മിൽക്കില്ല, ഇതിന്റെ ഉടമസ്ഥാവകാശം ഇല്ല, ഞാനൊരു അടിമയാണ്, എനിക്ക് യജമാനൻ വേറെയുണ്ട്, എനിക്ക് ബോസ് വേറെയുണ്ട്, അതുകൊണ്ട് എനിക്കത് വിൽക്കാൻ
കഴിയുകയില്ലെന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ അൽഹംദുലില്ലാ എന്ന് മനസ്സിൽ പറഞ്ഞു പോയി. ഉസ്താദുമാർക്കറിയാം, അവര് മദ്രസയിലും ദർസിലൊക്കെ മുആമലാത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളാണ്. ഫിഖ്ഹിൽ ഇടപാടിനെ പറ്റിയുള്ള ചർച്ചയിൽ അതിന്റെ ഒരു അടിസ്ഥാനം തന്നെ അതാണ്. അതേ, മിൽക്കില്ലാത്ത സാധനം വിൽക്കാൻ പറ്റൂല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഫോൺ പിന്റേതാണ്. ഈ ഫോണിന്റെ അല്ലേ? എന്തെങ്കിലും ഉണ്ടാത്ത് ഈ ഫോണിന്റെ അല്ലേ? ഇത് നമ്മളെ മദനി ഉസ്താദിന് വിൽക്കാൻ പറ്റുമോ? ഇവിടെ 10-33 കൊല്ലട്ടായി ഉസ്താദ് ദർസ് നടത്തുന്നത്. ഉസ്താദിന് എന്റെ ഫോൺ വിൽക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. ഇതിന്റേതാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് മുമ്പ് ദർസ് തുടങ്ങിയിട്ടുണ്ടാവും. അള്ളാഹുവെ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഇപ്പൊ 18 കുട്ടികൾ എന്ന് പറഞ്ഞാൽ വലിയ ദർസാണ്. ഇപ്പൊ കുട്ടികളെ മൊബൈലിലും അതുപോലെ തന്നെ സ്കൂളിലൊക്കെ പോയിട്ട് കുട്ടികളെ ശരിക്ക് കിട്ടാത്ത, ഉസ്താദുമാരുടെ തർബിയത്തിൽ കിട്ടാത്തൊരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവരിൽ നിന്ന് ഇൽമു പകർന്നുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് റബ്ബേ നീ നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇനിയും ദീർഘനാൾ ഈ നാടിന് വെളിച്ചം നൽകാൻ. അൽ ഇൽമു നൂറുല്ലാഹ്, ഇൽമു അല്ലാഹുവിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചം ഇവിടെ പ്രകാശം പരത്താൻ ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ. എല്ലാവരും കൈ ഇങ്ങനെ ഉയർത്തി. അതാണ് ഉസ്താദിനോടുള്ള സ്നേഹം. മാഷാ അല്ലാഹ്, അത് ഈ നാട്ടുകാർക്ക് അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഒരുപാട് ഉസ്താദ്മാർ ആമുഖ പ്രഭാഷണം നടത്തിയ ഉസ്താദ് അടക്കം അഷ്റഫ് ഫൈസി ഉസ്താദാണ് ഇവിടുത്തെ ഖത്തീബ്. നല്ല വാഗ്മിയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ധാരാളം സാദാത്യങ്ങളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ അവരുടെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സ് അല്ലാഹു കബൂലാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾക്ക് ആ മറുപടി നന്നായി ഇഷ്ടപ്പെടുകയാണ്. മിൽക്കില്ലാത്ത സാധനം വിൽക്കാൻ പറ്റൂല. അപ്പോൾ അവരുടെ ആ തെക്കുവ ഇതൊന്നുകൂടി ഒന്ന് പരിശോധിച്ചു നോക്കാൻ ആത്മാർത്ഥമായിട്ട് തെക്കുവയോടുള്ള ആ മറുപടി കേട്ടപ്പോ അതൊന്ന് അളന്നു നോക്കാൻ മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ ഒന്നുകൂടി ചോദിക്കുകയാണ്. സഹോദര, 100 കണക്കിന് ആടുണ്ടല്ലോ, അതിൽ ഒരു ആടിനെയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ആ ആട് നഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആടിനെ എനിക്ക് വിറ്റാൽ നീ വീട്ടിൽ പോയാൽ നിന്റെ യജമാനൻ ചിലപ്പോ അതിനെ അന്വേഷിക്കുക പോലുമില്ല, അറിയുക പോലുമില്ല. പിന്നെന്തിനാ കൂട്ടുകാരാ ഇങ്ങനെ ഭയപ്പെടുന്നത്? നിങ്ങൾ അങ്ങനെ പേടിയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, ഈ ആടിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞോളൂ. ആടിനെ ചെന്നായ പിടിച്ചു എന്നാണ്ട് പറഞ്ഞാൽ മതി. ആരോട്? മുതലാളിയോട്. യാ അല്ലാഹ്, നിങ്ങൾക്കാണെങ്കിൽ ഞാൻ 10 ആടിന്റെ വില തരാമെന്ന് മഹാനായ, അതൊരു പരീക്ഷണമാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ പറയുന്നു, 10 ആടിന് എത്ര ദീനാറ് കിട്ടും, അത് മൊത്തം ഞാൻ തരാന്ന് പറഞ്ഞു. നിങ്ങൾ ആടിനെ ചെന്നായ പിടിച്ചു എന്നാണ്ട് പറഞ്ഞാൽ മതി. ഒരു സെക്കൻഡ് നേരം മഹാനുഭാവൻ ഒന്നുണ്ട് കണ്ണടച്ചു. ആര്? ആ ആട്ടിടെ വലിയ ദർജയുള്ള ആളാ, പിന്നീട് പറയാം. കണ്ണടച്ചിട്ട് അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ എന്ന് പറയുന്ന സഹാബി വര്യനെ നോക്കിയിട്ട് പറയാണ്, ഉസ്താദേ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, വളരെ കറക്റ്റാണ്. ഒരു ആടിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ യജമാനൻ അതറിയില്ല, യജമാനൻ അതിനെപ്പറ്റി ചോദിക്കുക പോലുമില്ല. പക്ഷേ എനിക്കാണെങ്കിൽ നിങ്ങൾ നല്ല സമ്പത്തും തരും, 10 ആടിന്റെ പൈസ തരും, ഒക്കെയാണ്, ശരിയാണ്. പക്ഷേ അല്ലാഹു കാണുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. അല്ലാഹു കാണുന്നില്ല തങ്ങളെ. നമ്മെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ അടക്ക പ്രവർത്തന പ്രവണതകൾ അറിയുന്ന, നമ്മുടെ മനസ്സിലൊന്ന് നമ്മൾ ചിന്തിച്ചാൽ, നമ്മളൊന്ന് കട്ടു നോക്കിയാൽ ആ നോട്ടമറിയുന്ന ഏകാധിപത്യത്തിന്റെ ഛത്രാധിപതിയായ അല്ലാഹു വാഹിദുൽ ഖഹാർ, തവ്വാബായ റഹ്മാനായ റഹീമായ അല്ലാഹു നമ്മെ കാണുന്നില്ല തങ്ങളെ. ആ അള്ളാനോട് എന്താ പറയാ? നിങ്ങൾക്ക് മനസ്സിലായ? യജമാനനോട് എന്ത് പറയാ? ചെന്നായ പിടിച്ചു എന്ന് പറയാം.
എനിക്കാണെങ്കിൽ നല്ല പൈസയും കിട്ടും. പക്ഷേ അള്ളാഹുവിനോട് എന്താ പറയാ? അതാണ് തഖ്വ. നമ്മളിങ്ങനെ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു അനാവശ്യ വീഡിയോ ഇങ്ങനെ വന്നപ്പോ നമ്മളൊന്നാണ്ട് നിന്ന് കുറച്ചു നേരം അതിങ്ങനെ കാണുമ്പോ പെട്ടെന്ന് ഭാര്യ ബാക്കിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എന്താ മനുഷ്യങ്ങൾ കാണുന്നത്? അപ്പൊ നമ്മക്ക് പറയുന്നത് അതിങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോ വന്നാന്ന് പറഞ്ഞിട്ട് ഒഴിവാവാ. പക്ഷേ ഉസ്താദുമാര് കാണാതെ, ഭാര്യ കാണാതെ, ഭർത്താവ് കാണാതെ, വാപ്പ കാണാതെ, ഉമ്മ കാണാതെ നമുക്ക് ഒപ്പിക്കാം, നമുക്ക് പലതും ചെയ്യാം. പക്ഷേ അല്ലാഹു കാണുമെന്നുള്ള ബോധത്തിനാണ് തഖ്വ എന്ന് പറയാ. അള്ളാഹു നമുക്കത് പ്രദാനം ചെയ്യട്ടെ. വൽ ആഖിബത്തുൽ മുത്തഖീൻ. ഈ മഹാന്മാരുടെ ആഖിബത്ത് നന്നാവാനുള്ള കാരണം, ഈ ലോകത്ത് കടന്നുപോയ സകല അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഉലമാക്കളുടെയൊക്കെ ആഖിബത്ത് നന്നാവാനുള്ള കാരണം വൽ ആഖിബത്തുൽ മുത്തഖീൻ. അവർ പടച്ചോനെ പേടിച്ചു ജീവിച്ചു എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തഖ്വ പ്രദാനം ചെയ്യട്ടെ. ഒരു 3 സ്വലാത്ത് എല്ലാവരും ഉറക്കെ തഖ്വ കിട്ടാൻ വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹു കബൂലാക്കട്ടെ. റബ്ബേ, നിന്നെ പേടിക്കാനും നിന്റെ പൊരുത്തത്തിലായി ജീവിതം സമർപ്പിക്കുവാനും റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. സ്വർഗം പോലും ലിൽ മുത്തഖീൻ, സ്വർഗം അല്ലാഹു തയ്യാർ ചെയ്തത് പോലും തഖ്വയുള്ളവർക്കാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്. തഖ്വയോട് കൂടി ജീവിച്ചാൽ അല്ലാഹുവുമായിട്ട് അടുക്കാൻ കഴിയും. മൂന്നാമത്, നിങ്ങളോട് ഈ മുത്തഅല്ലിമിന് പറയാനുള്ളത്, നമ്മൾ നേടിയെടുക്കേണ്ട, അല്ലാഹുവുമായി അടുക്കാൻ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു ക്വാളിറ്റി അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അമല് ചെയ്യണേ. അങ്ങനെ അമല് ചെയ്ത മഹാന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ദർഗ കെട്ടാറുള്ളത്, ഉറൂസ് നടത്താറുള്ളത്. എന്തേ? അവരുടെ ലക്ഷ്യം ഒരു വേള സ്വർഗം പോലുമല്ല, നരകം കാക്കാൻ വേണ്ടിയിട്ട്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോലുമല്ല, അവർ അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം, ഈസാ നബി ഒരു വനാന്തരത്തിലൂടെ കടന്നു പോവുകയാണ്. കറുത്തിരുണ്ട രാത്രിയുടെ സമയത്ത് ഈസാ നബി വനാന്തരത്തിലൂടെ കടന്നു പോകുമ്പോ 3 ആളുകൾ ഇരുന്ന് പൊട്ടിക്കരയുന്നത് കാണുകയാണ്. ഈസാ നബി അവരോട് സലാം പറഞ്ഞു, കൂട്ടരെ, എന്തിനാ കൂട്ടരെ നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഒരു 3 ആള് കാട്ടിന്റെ അഗാധതയിൽ അന്ധകാരത്തിൽ ഇരുന്ന് ഇങ്ങനെ കരയാണ്. ഈസാ നബി അവരോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയണത്? അപ്പൊ അവര് പറഞ്ഞു, ഈസാ നബിയേ, നരകം പേടിച്ചിട്ടാണ് ഈസാ നബിയേ എന്ന് പറഞ്ഞു. യാ അല്ലാഹ്, ആരുമില്ലാത്ത ഇരുണ്ട രാത്രിയിൽ, നിശയുടെ നിശബ്ദതയിൽ അല്ലാഹുവിനെ ഓർത്ത് ഇങ്ങനെ കരയ, നരകം പേടിച്ചിട്ട്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞാൽ ലാ യൽജന്നാറ മൻ ബഖാ മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞാൽ അവന് നാളെ നരകം ഉണ്ടാവൂല. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരന്മാര് പറയുകയാണ്, ഈ നബിയേ, റൂഹുല്ലാവേ, നരകം പേടിയാണ് ഞങ്ങൾക്ക്, നരകമോർത്തുകൊണ്ടാ ഞങ്ങൾ കരയുന്നത്, നരകം ഭയാനകമല്ലേ. അള്ളാന്റെ റസൂൽ ഒരു സദസ്സിലിരിക്കുമ്പോ ഒരു ശക്തമായ ഭീമമായ ഒരു ശബ്ദം കേട്ടുകൊണ്ട്, അത് കഠോരമായ ശബ്ദം കേട്ടുകൊണ്ട് ഞെട്ടുകയാണ് സ്വഹാബത്ത്. സഹാബാക്കൾ ചോദിച്ചു പോയി, നബിയേ, യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ ആ ശബ്ദമെന്ന്
എന്ന് ചോദിച്ചപ്പോ സഹാബാക്കളോടെ മനോമുകുരത്തിലേക്ക് പകർന്നു കൊടുക്കുകയാണ് റസൂലുള്ള, പറഞ്ഞു കൊടുക്കുകയാണ്, സഹാബാ, അതൊരു കല്ല് നരകത്തിന്റെ താഴെ പതിച്ചതാണ്. നരകത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് ഉരുട്ടിയിട്ടൊരു കല്ലുണ്ടല്ലോ, ഓ കല്ല് നരകത്തിന്റെ അഗാധതയിൽ അടിയിലേക്ക് പതിച്ചതാ. ആ കല്ല് ഉരുട്ടിയിട്ടിട്ട് 70 വർഷമായി സഹാബാ. വഫി റിവായത്തിൽ ഉഖ്റാ, മറ്റൊരു റിപ്പോർട്ടിലുള്ളത് 70,000 കൊല്ലമായി സഹാബാ ആ നരകത്തിന്റെ മുകളിൽ നിന്ന് ആ കല്ലുരുട്ടി വിട്ടിട്ട്. 70,000 കൊല്ലത്തിനിപ്പുറം ആ കല്ല് നരകത്തിന്റെ ആഴത്തിൽ തട്ടിയതാണ് നിങ്ങൾ കണ്ടത് സഹാബാ എന്നല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് നരകമോർത്തുകൊണ്ട് കരയാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ചില്ലറ കാര്യമൊന്നുമല്ല, ചില്ലറ കാര്യമില്ല. 120 സെഫുകളായിട്ടാണ് അത്രേ. ഇപ്പൊ നിങ്ങൾ സെഫായിട്ടല്ല ഇരിക്കുന്നത്, 120 സെഫായിട്ട് നാളെ മഹ്ശറിൽ ഇങ്ങനെ നിർത്തും. ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനം ജനിക്കുന്ന കുഞ്ഞു വരെ അതിലുണ്ടാകും. അതിൽ 117 സഫും നരകത്തിലാണ്. വഅലമുമ്മത്ത സയ്യിദിനാ മുഹമ്മദ് 3 സഫ് മാത്രമാണ് സ്വർഗത്തിൽ ഉണ്ടാവുക എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹുവേ, ഈ സാധുക്കളായ ഈ മഹാന്മാരെ ഓർത്തുകൊണ്ട് ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ നീ അതിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, നരകം തൊടാതെയുള്ള സ്വർഗം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം ഞാൻ തുടരുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, കൂട്ടരെ, നിങ്ങൾ ഈ കാട്ടിനകത്ത് ഇത്രമേൽ സങ്കടപ്പെട്ടുകൊണ്ട് നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അള്ളാഹു കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അള്ളാഹു നരകത്തിൽ നിന്നുള്ള മോചനം തരും. ഞാൻ അതിനു വേണ്ടി ദുആ ചെയ്യാം. ദുആ ചെയ്തു കൊടുക്കുകയാണ്. മഹാനായ ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം യാത്ര തുടരുകയാ. തുടരുന്ന സമയത്ത് അവരുടെ മനോമുകുരത്തിൽ ഒരു ചിന്തയാണ്, എത്ര നല്ല മനുഷ്യന്മാരാണ്. ഈ കാടിന്റെ ഏകാന്തതയിൽ അന്ധകാരത്തിൽ ഒറ്റക്ക് വന്നിരുന്നിട്ട് കരയുകയാണ് ആ 3 പേർ. റബ്ബേ, അവർക്ക് നീ നരകം തൊടാതെയുള്ള സ്വർഗം കൊടുക്കണേ അല്ലാ. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തുകൊണ്ട് വീണ്ടും യാത്ര തുടരുകയാണ്. വീണ്ടും 3 ആളുകളെ കാണുകയാണ്. അവര് നേരത്തെ കണ്ടവരെക്കാൾ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളാണ്. നല്ല ക്ഷീണം അവരെ ബാധിച്ചിട്ടുണ്ട്. തേങ്ങി കരയാണ്. അപ്പോഴും ഈസാ നബി ചോദിച്ചു, എന്തിനാ കൂട്ടരെ നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോ അവരുടെ മറുപടി, കാത് തുറന്നിട്ടല്ല, ഹൃദയം തുറന്ന് വെച്ച് കേൾക്കണേ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ മഹാന്റെ പൊരുത്തത്തിന് വേണ്ടി വന്നവരെ. അവര് പറഞ്ഞത് എന്തെന്നറിയുമോ? സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ്, ഞങ്ങൾക്ക് സ്വർഗം കിട്ടൂലേ എന്ന് ഭയപ്പെട്ടിട്ടാണ് ഈസാ നബിയേ ഞങ്ങൾ പൊട്ടിക്കരയുന്നതെന്ന് പറയുകയാണ്. ഞങ്ങള് സ്വർഗം കിട്ടൂലേ എന്ന് പേടിച്ചിട്ടാണ് കരയുന്നത്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം അവരുടെ മുന്നിൽ വെച്ചിട്ട് കൈ അങ്ങോട്ട് ഉയർത്തിട്ട് ദ്വാരന്നെടുത്ത്, പടച്ചോനെ, സ്വർഗം ആഗ്രഹിച്ചിട്ട് ഇത്രമേൽ കൊതിച്ചിട്ട് കരയുന്ന ആളുകളോ, യാ അല്ലാഹ്, അവർക്ക് നീ സ്വർഗം വുജൂബാക്കണേ അല്ലാഹ്. ദുആ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു നീങ്ങി രാത്രിയുടെ ഏകാന്തതയിൽ ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം ദുആ ചെയ്തു അല്ലാഹുവിനോട് ഒരു സന്ദേഹം പോലെ ചോദിക്കുകയാണ്, പടച്ചോനെ, ഇതിൽ ആരാണ് മഹാന്മാർ? ആരുടെ കൂടെയാണ് ഞാൻ സഹവസിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. ആദ്യം കണ്ട ആളുകളാണെങ്കിലോ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞവരാണ്. രണ്ടാമത് കണ്ടവരാണെങ്കിലോ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് വിങ്ങിപ്പൊട്ടിയവരാണ്. അങ്ങനെ യാത്ര തുടരുന്ന ഈസാ നബി അലൈഹിസ്സലാം ആ കാടിന്റെ ഏകാന്തതയിൽ അതാ വീണ്ടും 3 ആളുകളെ കാണുകയാണ്. അവരാണെങ്കിലും അവരുടെ ശരീരം വല്ലാതെ മെലിഞ്ഞിട്ടുണ്ട്. അസ്ഥിപഞ്ജരം പോലെ കരഞ്ഞ് 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 കണ്ണീര് പറ്റിയൊരു വിഭാഗം.
ഈസാ നബി ചോദിച്ചു, എന്തേ കൂട്ടരെ ഇത്രമാത്രം ശരീരം ശോഷിക്കുമാർ, ക്ഷീണിക്കുമാർ, അസ്ഥി പഞ്ചരം പോലെ ആകുമാർ നിങ്ങൾ എന്തിനാ കരഞ്ഞ് ജീവിതം ഉരുക്കി കളഞ്ഞെന്ന് ചോദിക്കുമ്പോ അവരുടെ ഒരു മറുപടിയുണ്ട്. ഈ പ്രിയപ്പെട്ട മഹാന്മാരുടെ ചാരത്തൊരുമിച്ച് കൂടിയവരെ, ഇത് ഇന്നത്തെ സന്ദേശമായി മുത്തല്ലിമ കൈമാറിക്കൊണ്ട് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാ. അവര് പറയുകയാണ്, ഈസാ നബിയേ, റൂഹുല്ലാവേ, ഞങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് കരഞ്ഞവരാണ്. സ്വർഗത്തിന് വേണ്ടിയിട്ടല്ല, സ്വർഗത്തിന്റെ പളവളായ മാനങ്ങൾ കൊതിച്ചുകൊണ്ടല്ല, നരകത്തിന്റെ ഭീകരത ഓർത്തുകൊണ്ടല്ല, നരകത്തിന്റെ തീയിന്റെ ചൂടോർത്തുകൊണ്ടല്ല, പിന്നെയോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തം കിട്ടൂലേ തങ്ങളെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ്, ഞങ്ങളത് ആഗ്രഹിച്ചുകൊണ്ടാണ് കരഞ്ഞത് ഈസാ നബിയെ എന്ന് പറഞ്ഞപ്പോ സപ്താകാശ കവാടങ്ങൾ കടന്നുകൊണ്ട് ചിറകടി ഉയർന്നു ഹളറത്ത് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയേ, ഈസാ നബിയെ, നിങ്ങൾ അവരോടുകൂടി സഹവസിക്കുക. വഅലം ഉമ്മത്ത സയ്യിദിന മുഹമ്മദ്. എന്തേ? അവരാണ് ഉന്നത ദർജയുള്ള ആളുകൾ, സ്വർഗം കുതിച്ചവരല്ല, നരകം ഭയപ്പെട്ടവരല്ല, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി പണിയെടുത്ത ആളുകൾ. അവർ പിന്നെ ഇങ്ങനെ ഓർമ്മിക്കപ്പെടും. അങ്ങനെയുള്ള മഹാന്മാരാണ് ഇവിടെ കിടക്കുന്ന എല്ലാ മഹത്തുക്കളും. അള്ളാഹു അവരുടെയൊക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഇൻഷാ അള്ളാഹ് ഇവിടെ ദുആ ചെയ്യുന്ന തങ്ങൾ നമ്മുടെ മജ്ലിസിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ബഹുമാന്യനായ തങ്ങൾ നമ്മുടെ മജ്ലിസിലേക്ക് എത്തിയിട്ടുണ്ട്. ദിക്റും ദുആയൊക്കെ നടക്കാനുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ വിശുദ്ധമായ ഈ റജബ് മാസത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം പറഞ്ഞത് റിളല്ലാഹ്, അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ മറ്റുള്ളവർ കാണാൻ വേണ്ടി അമൽ ചെയ്യരുത്. അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി അറിയാതെ ഇബാദത്ത് എടുത്തിട്ട് സ്വർഗം വാങ്ങിയവരാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരുടെ ഒരു ചരിത്രം ഇന്നത്തെ സമ്മാനമായി നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് തങ്ങൾക്ക് മൈക്ക് കൈമാറുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്കെ ചൊല്ലി തങ്ങൾ എത്തിയിട്ടുണ്ട്. ദുആ നടക്കാൻ പോവാണ്. വളരെ ആത്മാർത്ഥമായി മദീനയുടെ പച്ചക്കുബ്ബ മനസ്സിൽ വെച്ചുകൊണ്ട് ചെല്ലണേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. പടച്ചോനെ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ അങ്ങകലേ മദീന മുനവറയുടെ കസ്തൂരി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബ് ഇവരുടെയൊക്കെ വെല്ലിപ്പയായിട്ടുള്ള മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ചെറിയൊരു സംഭവം ഒരു 4 മിനിറ്റ് കൊണ്ട് പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് മൈക്ക് കൈമാറും. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളടക്കം ഉമറുൽ ഫാറൂഖ് തങ്ങളടക്കം സഹാബാക്കൾ ഇരിക്കുന്ന ഒരു സദസ്സാണ്. അല്ലാഹുവിന്റെ റസൂല് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് റസൂല് പറഞ്ഞു, ആരും പോകരുത്,
ആരും പോകരുത്, ഇന്നൊരു മതപഠന ക്ലാസ് ഉണ്ട് എന്ന് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ സുബൈക്കേഷൻ ക്ലാസ് ഉണ്ടോ? ഇവിടെ സുബൈക്കേഷൻ ക്ലാസ് ഉണ്ടോ? ഉണ്ടല്ലേ? ജുമാക്ക് ശേഷം പ്രസംഗം ഉണ്ടോ? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നിലനിർത്തി തരട്ടെ ബിഹഖ് നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. അങ്ങനെ മദീന പള്ളിയിൽ നിന്ന് റസൂലുള്ളാഹിയുടെ അനൗൺസ് ആണ്, ആരും പോകരുത്, ഒരു മതപഠന ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ സഹാബത്ത് മറ്റുള്ളവരെ കൂടി കൂട്ടി അതേ സദസ്സിലേക്ക് ഇങ്ങനെ ചേർന്നിരിക്കുകയാണ്. മുത്തുനബിയുടെ റിസാലത്തിന്റെ ലിസാനിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മനോഹരമായ മുത്തുമൊഴികളെ പറുക്കിയെടുക്കാൻ തലയിലൊരു പക്ഷി വന്നാൽ പാറിപ്പോകാത്ത രൂപത്തിൽ അതാ ബദ്ധശ്രദ്ധരായി സഹാബത്തിരിക്കുകയാണ്. ഓ സമയത്ത് സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തുടങ്ങി, സഹാബാ, ഇന്ന് ഞാൻ നിങ്ങളോട് 3 ചോദ്യം ചോദിക്കാം സഹാബ. ഓ 3 ചോദ്യത്തിനാരാണ് മറുപടി പറയുന്നത് സഹാബത്തെ? അവർക്ക് സ്വർഗമുണ്ട്, സ്വർഗമുണ്ട് മുഹമ്മദ് മുസ്തഫ. ഒരു 3 ചോദ്യം ഞാൻ ചോദിക്കാം. ഈ 3 ചോദ്യത്തിനും ഉത്തരം പറഞ്ഞാൽ അവർക്ക് സ്വർഗമുണ്ട്. ഇത് കേവലം ഒരു സംഘടനാ നേതാവിന്റെ വർത്താനല്ല. ഒരു രാഷ്ട്രീയ നേതാവ് ജയിച്ചാൽ അതുമായി ചെയ്യും, പാലുണ്ടാക്കി തരും, സൂ ഉണ്ടാക്കും, അതുണ്ടാക്കും എന്നുള്ള വർത്താനമല്ല. ഈ ലോകം തന്നെ പടക്കാൻ കാരണഭൂതരായ വെറുതെ ഒരു വാക്ക് പോലും പറയാത്ത, അസത്യത്തിന്റെ ലാഞ്ചന അതരങ്ങളിൽ നുതിർന്നു വീഴാത്ത അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാഗ്ദാനമാണ്. സഹാബത്ത് അതുകൊണ്ട് തന്നെ ബദ്ധശ്രദ്ധരായിരുന്നു. ഏറ്റവും ശ്രദ്ധിച്ചിരുന്നത് ആരാന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും ശ്രദ്ധിച്ചിരുന്നത് ആരാവും? ഒന്ന് പറഞ്ഞു നോക്കി നിങ്ങള്. ഏറ്റവും ശ്രദ്ധിച്ചിരുന്നത് ആരാവും? ഉമറുൽ ഫാറൂഖ് തങ്ങളാ. കാരണം ഭയങ്കര മെമ്മറി പവറും അതുപോലെ തന്നെ ആവേശവും അതുപോലെ തന്നെ പവറും ഒക്കെ ഉള്ള സ്വഹാബിയാണല്ലോ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ. ചോദ്യം ഇങ്ങനെ പ്രതീക്ഷിച്ച് അതിന് മറുപടി പറയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇരിക്കുന്നുണ്ട്. അലിയാരുണ്ട്, പാണ്ഡിത്യത്തിന്റെ നിറശോഭയായ അലിയാരുണ്ട്. എല്ലോ സഹാബത്തിരിക്കുന്ന സഹസാണ് പ്രമുഖരായ സഹാബത്ത്. കാതോർത്തിരിക്കുമ്പോൾ ഒന്നാമത്തെ ചോദ്യമെറിഞ്ഞു മുസ്തഫായ നബി. ഒന്നാമത് ചോദിക്കുകയാണ്, സഹാബാ, സുബഹിന്റെ സമയമാണല്ലോ. ആ സമയത്ത് ചോദിച്ചു, സഹാബാക്കളെ, നിങ്ങളിൽ ആരാ സുബഹിക്ക് പള്ളിയിലേക്ക് വരുമ്പോ നോമ്പ് പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വന്നവരാരാണ്? റമളാൻ മാസമല്ല, റമളാനേതര മാസമാണ്. സുന്നത്ത് നോമ്പിന്റെ കാര്യമാ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, സുന്നത്ത് നോമ്പ് എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ റബ്ബും നിങ്ങളും നിങ്ങളുടെ റബ്ബും മാത്രം അറിയുന്ന ഇബാദത്താണല്ലോ. ആ ഉള്ളെടുക്കാൻ അങ്ങനെ അള്ളാഹുമായി ബന്ധമുള്ള സഹാബത്തിന്റെ കഥ പുറത്തേക്ക് കൊണ്ടുവരാൻ റസൂലുള്ള നടത്തുന്നൊരു ദൗത്യമാണ്. ചോദിച്ചു, ആരാണ് നോമ്പ് പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വന്നവരാരാണ്? ആരും എഴുന്നേൽക്കുന്നില്ല, ആരും എഴുന്നേൽക്കുന്നില്ല. പക്ഷേ ഉമറുൽ ഫാറൂഖ് തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, നബിയേ, യാ റസൂലല്ലാഹ്, സുന്നത്ത് നോമ്പല്ല നബിയേ. അതിന് ഉച്ചക്ക് മുമ്പ് നിയത്ത് വെച്ചാൽ മതിയല്ലോ എന്ന് ചോദിച്ചു. സുന്നത്ത് നോമ്പിന് സുബഹിക്ക് മുമ്പ് വെക്കണ്ട, പകലെന്ത് ചെയ്യാ, നിയത്ത് വെക്കാൻ പറ്റും. അങ്ങനെ അങ്ങ് സ്വർഗം തരുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ ഞാൻ നോമ്പ് പിടിക്കാന്ന് പറഞ്ഞിട്ട് കൈ പൊക്കി. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറെ, ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി, ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ റസൂൽ ഇങ്ങനെ നോക്കുമ്പോ സദസ്സിന്റെ ഒരു ഓരത്ത് നിന്ന് മെലിഞ്ഞൊട്ടിയൊരു മനുഷ്യൻ എഴുന്നേൽക്കുകയാണ്. ആരെന്നറിയുമോ? നിഴലില്ലാത്ത റസൂലിന്റെ നിഴലായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ മെലിഞ്ഞൊട്ടിയ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയേ, സുന്നത്ത് നോമ്പാ നബിയേ. മാഷാ അല്ലാഹ്, അവിടെയും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തിളങ്ങുകയാണ്. ഇരിക്കാൻ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു. അപ്പൊ സഹാബത്ത് ഇങ്ങനെ നോക്കുകയാണ് അബൂബക്കർ തങ്ങളുടെ മുഖത്തേക്ക് റളിയല്ലാഹു അൻഹു. രണ്ടാമത് റസൂലുള്ള ചോദിക്കുകയാണ്, സുബഹിന്റെ സമയമാണെന്നോർക്കണേ, ആരാണ്
സ്വഹാബ, നിങ്ങളുടെ കൂട്ടത്തിൽ രോഗസന്ദർശനം നടത്തിയിട്ട് പള്ളിയിലേക്ക് വന്നവരാരാണ്? സ്വഹാബത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചാടി എഴുന്നേറ്റുകൊണ്ട് വീണ്ടും മറുപടി പറഞ്ഞു, അള്ളാന്റെ നബിയേ, നിങ്ങളെന്ത് ചോദ്യമാണ് തങ്ങളെ ചോദിക്കുന്നത്? സുബഹിന്റെ സമയത്താണോ രോഗസന്ദർശനം? അങ്ങനെ അങ്ങ് സ്വർഗം നൽകുകയാണെങ്കിൽ ഞാൻ ഇനി സുബഹി കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യാൻ പോകുന്ന പണിയതാ എന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞപ്പോ അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇരിക്കൂ ഉമറേ, അടങ്ങിയിരിക്ക്, ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി, കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടിരുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് വീണ്ടും ചോദിച്ചപ്പോ സദസ്സിന്റെ ഓരത്ത് ആരും അറിഞ്ഞിട്ടില്ല, ആരും അറിയാതെ ഈ റജബിൽ ചില നന്മകളൊക്കെ നമ്മൾ ചെയ്യണം, നമ്മുടെ ഭാര്യ പോലും അറിയാതെ. അങ്ങനത്തെ കുറച്ച് അമല് നമുക്ക് ഉണ്ടാവണം. ഈ സയ്യിദന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ മുത്താലിം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെല്ലാ അമലിൽ നിന്ന് 4 ആൾ അറിയുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ പ്രസംഗിച്ചാൽ അത് യൂട്യൂബിലുണ്ടാവും, ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് വിടും, സ്റ്റാറ്റസ് വിടും. ഹജ്ജിന് പോയാൽ എല്ലാവരും അറിയും, കഅബന്റെ മുന്നിൽ നിന്ന് സെൽഫി എടുത്തിട്ട് അറിയും, മദീന റൗള പിന്നിലാക്കിയിട്ട് ഫോട്ടോ എടുത്തിട്ട് അറിയും, ഒക്കെ അറിയും. പക്ഷെ നമുക്കൊരു അമല് വേണം. ഈ റജബിന്റെ ഒരു സന്ദേശമായി നിങ്ങൾക്ക് ഒരു ചെറിയൊരു സന്ദേശം പോലെ കൈമാറുകയാണ്. എന്തെങ്കിലും ഒരു അമല് ആരും അറിയാതെ നമുക്ക് ഒറ്റക്ക് ഞാനും എൻ്റെ റബ്ബും എന്ന നിലക്ക് വേണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരു അമലാണ് തഹജ്ജുദ് നിസ്കാരം. അള്ളാഹു ഇനി ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അള്ളാഹ്. അത് ഞാൻ അതിലേക്ക് പറയാൻ അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മഹാനായ അബൂബക്കർ തങ്ങൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, നബിയേ, ഞാനൊരു രോഗിയെ കണ്ടിട്ടാ വരുന്നത്, വിശദീകരിക്കാൻ പറഞ്ഞു. ഞാൻ ഇന്നലെ ഇശാ നിസ്കാരം കഴിഞ്ഞു പോകുന്ന വേളയില് അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങള് മഹാനുഭാവനുണ്ടല്ലോ, അവരുടെ കൂടെ ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് അതേ പ്രിയപ്പെട്ടവരെ ഒരു സഹാബി വരെ ഇങ്ങനെ തട്ടിത്തടഞ്ഞു വീണു. ആ കച്ചവടക്കാരനായ ഒരു സഹാബി ഉണ്ടല്ലോ ഉസ്താദ്, എന്താ പേര് ഞാൻ മറന്നു. കച്ചവടക്കാരനായ ഒരു സഹാബി ഉണ്ടല്ലോ, മദീനത്ത് വന്നിട്ടൊക്കെ കച്ചവടം നടത്തിയാണ്ട് വികസിപ്പിച്ച ഒരു സഹാബി ഉണ്ട്, ഓർമ്മ ഉണ്ടോ സാർ? നല്ല കച്ചവടത്തിൽ നല്ല മൈൻഡുള്ള ഒരു സഹാബി. ഞാൻ അവസാനിപ്പിച്ചു. ആ സഹാബി തടഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു, മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. ആ സഹാബിയുടെ കൂടെ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് തിരിച്ചു വരുന്ന സമയത്താണ് ആ സഹാബി വര്യൻ വീണ് കാലിൽ മുറിവ് പറ്റിയത്. ആ മുറിവ് പറ്റിയിട്ട് ഞാനാണ് വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി കൊടുത്തിട്ട് ഇന്ന് സുബഹി നിസ്കാരത്തിന് മുമ്പ് എത്ര പ്രയാസമുണ്ടെങ്കിലും ആ സഹാബി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്, അതെനിക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ് ആ തഹജ്ജുദിന്റെ വേളയില് സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് രാത്രിയുടെ നിശയുടെ നിശബ്ദത ഇങ്ങനെ അവസാനിക്കുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഈ പള്ളിയുടെ മുൻവശത്ത് കൂടെയാ ഞാൻ ആ സഹാബിയെ കാണാൻ വേണ്ടി പോയതെന്ന് പറയുമ്പോ, എന്നിട്ട് ആ സഹാബിയുടെ വീട്ടിൽ പോയിട്ട് രോഗസന്ദർശനം നടത്തിയിട്ടാണ് ഞാൻ അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ഇങ്ങോട്ട് പള്ളിയിലേക്ക് വന്നത് റസൂലല്ലാഹ്. ഇത് കേട്ടപ്പോ സ്വഹാബത്തിന്റെ ഒക്കെ മനസ്സ് പൊട്ടിപ്പോയി. കാരണം സുബഹിന്റെ മുമ്പ് എത്ര പ്രയാസം ഉണ്ടെങ്കിലും സ്വഹാബാക്കൾ തഹജ്ജുദ് നിസ്കരിച്ചിരുന്നു. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എന്താ തഹജ്ജുദ് നിസ്കരിച്ചാലുള്ള പ്രത്യേകത? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 120 സഫിൽ നിന്ന് മഹ്ശറിൽ ഒരു വിളിയാളം മുഴങ്ങും. എന്താ വിളിയാളം? അള്ളാനെ ഓർത്തുകൊണ്ട് രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ചവരാരാണ്? അപ്പൊ കുറച്ച് ആളുകൾ കൊണ്ട് വരുന്ന വഹും കലീൽ, അവർ കുറച്ചേ ഉണ്ടാവുള്ളൂ. അവരോട് നേരെ ഹിസാബില്ലാതെ നാളെ സ്വർഗലോകത്തേക്ക് പ്രവേശിക്കാൻ വിളിയാളം മുഴങ്ങുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ചോദ്യമാണ്. സഹാബത്ത് ഇങ്ങനെ കാതോർത്തിരുന്നു. എല്ലാവരും പിന്നെ ഉറ്റുനോക്കുന്നത് അബൂബക്കർ സിദ്ദീഖിനെയാണ്. മൂന്നാമതിനെങ്കിലും മറുപടി പറയാൻ ഉമറുൽ ഫാറൂഖ് തയ്യാറെടുത്തിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, സഹാബാ,
പാവപ്പെട്ട മിസ്കീന്മാർക്ക്, ഫക്കീറന്മാർക്ക്, യാചകരായ ഭിക്ഷാന്തേഹികൾക്ക് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് പള്ളിയിലേക്ക് സുബഹി നിസ്കരിക്കാൻ വന്നവരാരാണ്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ആരും എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടപ്പോഴതാ നേരത്തെ 2 ചോദ്യങ്ങൾക്ക് ആരാണോ മറുപടി പറഞ്ഞത്, ഭാഗത്തുനിന്ന് വീണ്ടും എഴുന്നേറ്റുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നബിയേ, അള്ളാന്റെ റസൂലേ, ഞാനൊരു പാവപ്പെട്ട മിസ്കീന്, ഒരു യാചകന് ഭക്ഷണം കൊടുത്തിട്ടാണ് സുബഹി നിസ്കരിക്കാ പള്ളിയിലേക്ക് വന്നത്. നമ്മൾ എന്ത് അമല് ചെയ്താലും മറ്റുള്ളവരെ കാണാൻ വേണ്ടിയിട്ടല്ലേ പ്രിയപ്പെട്ടവരെ ചെയ്യുന്നത്. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ സ്റ്റാറ്റസ് വെക്കാ ദീനീ പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നോക്കുന്നത് കൽബിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് ആയി പോയാൽ നാളെ ആഖിറത്തിൽ നിന്റെ നിയ്യത്ത് നന്നാവാത്തതിന്റെ പേരിൽ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുന്നൊരു സമയം വരാനുണ്ടെന്നത് മറക്കണ്ട എന്ന് എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളതാ അല്ലാഹുവും അവരും മാത്രം അറിയുന്ന ഒരു അമല് കൂടി ചെയ്തിട്ടുണ്ട്. മൂന്നാമതും എന്താണെന്നല്ലേ, പാവപ്പെട്ടൊരു മിസ്കീന് ഭക്ഷണം കൊടുത്തിട്ടാണ് സുബഹി നിസ്കരിക്കാൻ അവർ പള്ളിയിലേക്ക് വന്നത്. ഇത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇല്ല, ശരിയല്ല നബിയേ, ശരിയല്ല. ഉമർ തങ്ങൾ പറയണ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സത്യസന്ധനാണ്, സിദ്ദീഖാണ്. പക്ഷേ ഞാനും അബൂബക്കറും ഒക്കെ ഭക്ഷണം കഴിച്ചിട്ട് 14 ദിവസമായി നബിയേ, 2 ആഴ്ചയിലേറെയായി ഭക്ഷണം കഴിച്ചിട്ട്. എങ്ങനെയാണ് യാ റസൂലല്ലാഹ് അബൂബക്കർ ഒരു പാവപ്പെട്ട മിസ്കീന് ഭക്ഷണം കൊടുക്കുക? ഒന്ന് വിശദീകരിക്കാൻ പറയണം. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു, അബൂബക്കറെ, അങ്ങ് സിദ്ദീഖാണ്, പക്ഷേ സദസ്സിലാവുമ്പോ ഒന്ന് വിശദീകരിച്ചു കൊടുക്കണം. അപ്പൊ ആ മെലിഞ്ഞൊട്ടിയിട്ട് ഭക്ഷണം കഴിക്കാതെ കണ്ണൊക്കെ ഇങ്ങനെ കുഴിഞ്ഞു പോയിട്ടുണ്ട് അബൂബക്കർ തങ്ങളുടെ റളിയല്ലാഹു അൻഹു. അവര് പറയുകയാണ്, നബിയെ, ഞാൻ വിശദീകരിക്കാൻ. നബിയെ, പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഈ പള്ളിയുടെ മുൻവശത്തു കൂടെയാണ് ഞാൻ രോഗസന്ദർശനം നടത്താൻ വേണ്ടി പോയത് നബിയേ. ആ രോഗസന്ദർശനത്തിന് പോകുന്ന വഴിയിലെ പള്ളിയുടെ മുൻവശത്തെത്തിയപ്പോ ഒരു യാചകൻ എന്നെ വിളിച്ചു നബിയെ, ഒരു ഫക്കീറായ മനുഷ്യൻ, യാ അബൂബക്കർ, അങ്ങിങ്ങോട്ട് വരണേ, ഞാൻ 1 മാസത്തോളമായി ഭക്ഷണം കഴിച്ചിട്ട് അബൂബക്കറേ, ഇനി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ മരണപ്പെട്ടു പോകുമെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ തങ്ങൾ മറുപടി കൊടുത്തതെന്നറിയുമോ? ഈ ഉറൂസിന് വന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ഹൃദയം തുറന്നു വെച്ച് കേൾക്കണേ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അബൂബക്കർ തങ്ങൾ പറയുകയാണ്, പേടിക്കണ്ട സഹോദരാ, സ്വഹാബാക്കള് പള്ളിയിലേക്ക് സുബഹി നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ, ഞാൻ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിത്തരാമെന്ന് പറയുകയാണ്. അങ്ങനെ വാക്ക് കൊടുത്തിട്ടുണ്ടാണ് രോഗസന്ദർശനം നടത്താൻ വേണ്ടി പോയത്. അങ്ങനെ രോഗസന്ദർശനം നടത്താൻ ആ സ്വഹാബിയുടെ വീട്ടിലേക്ക് എത്തിയപ്പോ വാതിൽ മുട്ടി സലാം പറഞ്ഞ് ആ സ്വഹാബി ചോദിച്ചു, എന്തേ അബൂബക്കറേ, എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോ അള്ളാൻ റസൂലിന്റെ വലം കൈ പറഞ്ഞു പോയി, സ്വഹാബിയായ ആ സഹോദരനോട്, അങ്ങിന്നലെ വീണിന്നില്ലേ സഹോദരാ, അങ്ങിന്നലെ വീണപ്പോൾ മുറിവ് പറ്റിയത് ഞാൻ അറിഞ്ഞിരുന്നല്ലോ, അങ്ങേ സഹായിക്കാൻ ആ സമയത്ത് എനിക്ക് കഴിഞ്ഞിട്ടില്ല, അങ്ങയുടെ മുറിവിന്റെ വിവരം, രോഗവിവരം അറിയാനാ ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോ ആ സഹാബിയുടെ കണ്ണ് നിറഞ്ഞു പോയി. പ്രിയപ്പെട്ടവരെ, കണ്ണ് നിറഞ്ഞിട്ട് അബൂബക്കർ തങ്ങളെ അങ്ങ് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അബൂബക്കറേ,
നീ എന്റെ കാര്യം ശ്രദ്ധിക്കുന്നത് പോലെ, കൂട്ടുകാരനായ എന്നെ പരിഗണിക്കുന്നത് പോലെ ഞാൻ നിന്നെ പരിഗണിക്കുന്നില്ലല്ലോ അബൂബക്കറേ. നീ വല്ലാതെ മെലിഞ്ഞു പോയല്ല അബൂബക്കറേ, നിന്റെ ശരീരമല്ലാതെ ശോഷിച്ചു പോയി, കണ്ണൊരുപാട് കുഴിഞ്ഞു പോയല്ലോ. നീ എന്തേ ഭക്ഷണം കഴിക്കലില്ല അബൂബക്കറേ റളിയല്ലാഹു തആല അൻഹു എന്ന് ചോദിക്കുമ്പോ അബൂബക്കർ തങ്ങൾ ആ സദസ്സിൽ വെച്ച് റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ച് കരഞ്ഞു പറയുകയാണ്, ഉമർ പറഞ്ഞത് ശരിയാണ്, ഉമർ പറഞ്ഞത് ശരിയാണ്. 14 ദിവസമല്ല, 14 അല്ല, 18 ദിവസമായി അബൂബക്കർ ഭക്ഷണം കഴിച്ചിട്ട്. 18 ദിവസമായെങ്കിലും ആ മിസ്കീന്റെ കരച്ചിൽ എന്റെ മനസ്സിലുണ്ട് നബിയേ. ആ സഹാബി പറഞ്ഞു, അബൂബക്കറേ, ഞാൻ നിന്നെ പറ്റി എന്താ ചിന്തിക്കാത്തത്? നീ വല്ലാതെ മെലിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണമൊന്നും കഴിക്കാറില്ലേ എന്ന് ചോദിച്ചപ്പോ ഞാൻ 18 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്ന് പറഞ്ഞപ്പോ ആ സഹാബി വര്യന്റെ കണ്ണ് നിറഞ്ഞു പോയി. അബൂബക്കറേ, ഞാൻ എന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് ഓടി ഓടി പോയിട്ട് അടുക്കളയിൽ തെരഞ്ഞു നോക്കുമ്പോ ആകെയുള്ളതൊരു ചെറിയ കട്ടിപ്പത്തിരിയാണ്. ആ കട്ടിപ്പത്തിരി എടുത്തു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അത് തീന്മേശയിൽ എങ്ങനെ പാത്രത്തിലാക്കി വെച്ച് കൊടുക്കുമ്പോ അബൂബക്കർ തങ്ങളത് കഴിക്കുന്നില്ല. മഹാനുഭാവൻ തന്റെ കയ്യിലുള്ള ഒരു തെരിയം തന്റെ ഷാളിൽ ആ പത്തിരി ഇങ്ങനെ പൊതിഞ്ഞെടുക്കുകയാണ്. സഹാബി വര്യൻ ചോദിച്ചു, എന്തേ അബൂബക്കറേ, എന്റെ വീട്ടിലിരുന്ന് അങ്ങേക്ക് കഴിക്കാൻ ഹയാ ആണോ ലജ്ജയാണോ അബൂബക്കറേ എന്ന് ചോദിച്ചപ്പോ അബൂബക്കർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഞാൻ അവസാനിപ്പിക്കുമ്പോ ഞാനിത് കഴിക്കൂല. എന്നോടൊരു യാചകൻ പള്ളിയുടെ മുൻവശത്ത് വെച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കെന്തെങ്കിലും ഭക്ഷണം തരണം. ഞാൻ ആ യാചകന് വാക്ക് കൊടുത്തിട്ടാ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം ഉത്തരീയത്തിൽ ആ ഷാളിൽ പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോയിട്ട് ഫക്കീറിന് നീട്ടിക്കൊടുത്തിട്ട് കഴിക്കാൻ പറഞ്ഞ ആ സഹാബിയുടെ നേതൃത്വമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ കഥ പറഞ്ഞപ്പോ സഹാബാക്കൾ മുഴുവനും പൊട്ടിക്കരഞ്ഞു പോയി. പ്രിയപ്പെട്ടവരെ, സമയത്താണ് യാ അബൂബക്കർ അൻത ഫിൽ ജന്ന, അൻത ഫിൽ ജന്ന, അൻത ഫിൽ ജന്ന. അബൂബക്കറെ, അങ്ങ് സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ അബൂബക്കർ തങ്ങൾ ആരും അറിയാത്ത അള്ളാഹുവുമായി അടുക്കാനുള്ള ഒരുപാട് പണി ഒപ്പിച്ചിരുന്ന ആളാണ്. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു മാസമാണ് ഈ പരിശുദ്ധമായ അള്ളാഹുവിന്റെ റജബുൻ ഷഹറുല്ലാഹ് എന്ന് അള്ളാഹു പറഞ്ഞ ഈ റജബ് മാസം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് സയ്യിദന്മാരുടെ ദുആയിൽ ഈ മുത്തഅല്ലിമിനെ ഓർമ്മിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ ഹക്ക് ജാ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഈ സദസ്സ് കബൂലാക്കട്ടെ. നമ്മളിവിടെ വന്നതും പറഞ്ഞതും കേട്ടതും ഇരുന്നതും കൂടിയതും പിരിയുന്നതും ഇവിടെ പൈസ ചെലവഴിക്കുന്നതും ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവിടെ ഒരുപാട് ഉസ്താദുമാർ വരും, ഇവിടെ നടത്തുന്ന നസീഹത്തും ഒക്കെ അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ബിഹഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ വസിയത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തങ്ങളുടെ ദുആ നടക്കും, അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.